നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ടാലിയിൽ നിന്നും GSTR1 ഫയൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. GSTR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. GSTയുടെ ഔട്ട്വേർഡ് സപ്ലൈകളുമായി ബന്ധപ്പെട്ട റിട്ടേൺ ആണ്. ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സെയിൽസുമായി ബന്ധപ്പെട്ട റിട്ടേൺ ആണ് GSTR1. അത് നിങ്ങൾക്ക് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഫയൽ ചെയ്യാം, അതിൻ്റെ മാനദണ്ഡം അനുസരിച്ചിട്ട്. നമ്മുടെ വിഷയം ഈ GSTR1 എങ്ങനെയാണ് ടാലിയിൽ നിന്ന് ഫയൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പം, ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ GSTR1 ടാലിയിൽ നിന്ന് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിന്ന് ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്യുമ്പോഴുള്ള കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. ഇതിനെ എളുപ്പം ആക്കുവാൻ വേണ്ടി GSTR1 ഫയലിംഗ് എളുപ്പമാക്കാനുള്ള സെറ്റിംഗ്സുകൾ എന്തൊക്കെയാണ്, റെഫർ ചെയ്യാൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, ഇത് കറക്റ്റ് ആണോ ആക്യുറേറ്റ് ആണോ റിട്ടേൺ എന്ന് ഉറപ്പിക്കുവാൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, വരുവാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും, ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ടാലിയിലേക്ക് ഒന്ന് പോകാം. GSTR1 ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ടാലിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടാലിയിൽ നിന്ന് GSTR1 ഫയൽ ചെയ്യാൻ വേണ്ടി ആദ്യം GSTR1ൻ്റെ റിപ്പോർട്ടിലേക്ക് പോകണം. അതിനായിട്ട് നിങ്ങൾ ടാലിയിൽ ഗേറ്റ്വേ ഓഫ് ടാലി അവിടെ നിന്നും ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മെനുവിലേക്ക് വരിക. ഡിസ്പ്ലേയിൽ നിന്നും നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ മെനുവിലേക്ക് വരിക. അവിടെ നിന്ന് GSTയുടെ റിപ്പോർട്ട് നിങ്ങൾ കാണാവുന്നതാണ്. GSTയുടെ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് GSTയുമായി ബന്ധപ്പെട്ട സകല റിട്ടേണുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് GSTR1 ആണ്. നമ്മൾ GSTR1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ GSTR1ൻ്റെ ഒരു സമ്മറി നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കി നിങ്ങൾ ചെയ്ത ട്രാൻസാക്ഷൻസ് മുഴുവൻ കയറിയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഈ GSTR1ൻ്റെ ടാലിയിലുള്ള റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ പീരീഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബട്ടൺ പാനൽ, റൈറ്റ് സൈഡിലുള്ള ബട്ടൺ പാനലിൽ ഏറ്റവും ടോപ്പിൽ പീരീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് Alt F2 പ്രസ് ചെയ്യാലും നിങ്ങൾക്ക് പീരീഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പീരീഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് GSTയുടെ റിട്ടേണുകൾ ടാലിയിൽ നിന്ന് ഈസി ആയിട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കറക്റ്റായിട്ടുള്ള ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾക്ക് കാണാവുന്നത് ഇതൊരു ട്രയാങ്കുലേഷൻ റിപ്പോർട്ട് പോലെയാണ്. ടോട്ടൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഈ ഓരോ മെനുവിലും നിങ്ങൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കയറി അവിടെ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണെന്ന് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് ഈ റിട്ടേണിൽ എത്ര ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്, HSN സമ്മറി അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലവൻ്റ് അല്ലാത്ത, ഉദാഹരണമായിട്ട് പർച്ചേസസ് അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസസ്, ഇതൊന്നും ഔട്ട്വേർഡ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെടുന്നതല്ലാത്തതുകൊണ്ട് അത് നോട്ട് റിലവൻ്റ് ആണ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് എൻ്റർ അടിച്ച് നോക്കിയാൽ അത് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ മിസ്മാച്ച് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെനു. അപ്പം മിക്കവാറും ടാലിയിൽ നിന്ന് റിപ്പോർട്ട് എടുക്കുമ്പോൾ GSTR1 ഫയൽ ചെയ്യുമ്പോൾ തെറ്റിക്കാവുന്ന ഒരു ഏരിയയാണിത്. ഈ ഇൻകംപ്ലീറ്റ് ഓർ മിസ്മാച്ച് എന്ന് പറയുന്ന ലൈൻ ആരും ശ്രദ്ധിക്കാതെ പോകും. അവിടെ ഈ റിട്ടേണിനെ സംബന്ധിച്ചിടത്തോളം ഈ 1 ഏപ്രിൽ മാസം 3 ട്രാൻസാക്ഷൻസ് ഇൻകംപ്ലീറ്റ് ആണ്. GSTയുടെ റൂള് പ്രകാരം ആവശ്യമായിട്ടുള്ള നിബന്ധനകളൊന്നും പാലിക്കപ്പെട്ടിട്ടുണ്ടാവാത്ത ട്രാൻസാക്ഷൻസ് ആവാം. നിങ്ങൾക്കത് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ മതി. നിങ്ങൾക്ക് എൻ്റർ അടിക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അവിടെ എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. നിങ്ങൾ സംഭവിച്ച മിസ്റ്റേക്കുകൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ ഇതുപോലെ ലൈൻ ഔറ്റത്തിൽ കാണിക്കാവുന്നതാണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് കൺട്രി, സ്റ്റേറ്റ്, ഡീലർ ടൈപ്പ് ഇതൊന്നും സ്പെസിഫൈ ചെയ്യാത്ത ഒരു ലെഡ്ജർ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻസോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് മിസ്മാച്ച് ഡ്യൂ ടു ടാക്സ് എമൗണ്ട് മോഡിഫൈഡ് ഇൻ വൗച്ചർ. ടാക്സ് എമൗണ്ട് മനഃപൂർവ്വമായിട്ട് മോഡിഫൈ ചെയ്ത് ഒരു ട്രാൻസാക്ഷൻ സേവ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസാക്ഷനിൽ 2 സേവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എറർ വന്നിരിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എൻ്റർ അടിച്ച് നോക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് കാണാവും. ഇപ്പം ഞാൻ ടാക്സ് എമൗണ്ട് മോഡിഫൈ ചെയ്ത ആ ലൈനിൽ എൻ്റർ അടിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ ട്രാൻസാക്ഷൻസ്, അതിൻ്റെ ഡേറ്റ്, സകല ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. റൈറ്റ് സൈഡിലായിട്ട് കാൽക്കുലേഷൻ പ്രകാരം യഥാർത്ഥത്തിൽ GSTയുടെ നിയമപ്രകാരം എത്രയാണ് വരേണ്ടിയിരുന്നത്, ട്രാൻസാക്ഷൻസിൽ എത്രയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, എത്ര രൂപയുടെ ഡിഫറൻസ് വന്നു എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യത്തെ കേസിൽ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ CGST ഒരു 70 പൈസയുടെ ഡിഫറൻസും SGST ഒരു 70 പൈസയുടെ ഡിഫറൻസും അങ്ങനെ ടോട്ടൽ 1 രൂപ 40 പൈസ ഡിഫറൻസ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ ടോട്ടൽ 7 രൂപ 50 പൈസ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ഇതാണ് വ്യത്യാസം. നിങ്ങൾക്ക് ഇവിടുന്ന് എൻ്റർ അടിച്ചത് തിരുത്താവുന്നതാണ്. ഇങ്ങനെ എൻ്റർ അടിച്ച് ഇവിടെ വന്ന് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് തിരുത്താവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾ പഴയ മെനുവിലേക്ക് വന്നിട്ട് കൺട്രോളും എൻ്ററും, കൺട്രോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, എൻ്റർ കീ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻസിലേക്ക് വരാവുന്നതും നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്കാണ് ഇവിടെ ചെയ്തു വെച്ചത് മനസ്സിലാക്കാനും ഇവിടുന്ന് തിരുത്താൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ ഇവിടെ ഈ ട്രാൻസാക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ SGST എമൗണ്ടിൽ 30 രൂപയെ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അത് കൈതട്ടിപ്പോയതോ അല്ലെങ്കിൽ മറ്റെന്ത് കാരണങ്ങൾ കൊണ്ടോ മാറിപ്പോയതാണ്. ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ അടിച്ചു, ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഒന്ന് എൻ്റർ അടിച്ചാൽ ക്ലിയർ ആയിക്കോളും, കറക്റ്റ് ആയിക്കോളും. ദെൻ സേവ് ചെയ്യുക. ഞാൻ അതിൻ്റെ റീസൺസ് ഒന്നും പറയില്ല. അപ്പോൾ ഇവിടെ ആ ഒരു ട്രാൻസാക്ഷൻ മാറി എററുള്ള മറ്റൊരു ട്രാൻസാക്ഷനോട് കാണിച്ചു. അവിടെ 1 രൂപ 40 പൈസയുടെ വ്യത്യാസമാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. 70 പൈസ ഒന്ന് റൗണ്ട് ചെയ്തതായിരിക്കാം. കൺട്രോൾ എൻ്റർ അടിച്ച് നോക്കിയാൽ കറക്റ്റാണ്. അവിടെ 2306 രൂപയാണ്. 2306.70 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആ 70 പൈസ ഒന്ന് റൗണ്ട് ചെയ്താണ്. ആക്ച്വലി ഇതൊരു മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചാൽ മിസ്റ്റേക്ക് അല്ല എന്ന് പറയാം, റൗണ്ട് ചെയ്തതാണ്. പക്ഷേ ടാലി അതൊരു മിസ്റ്റേക്കായിട്ട് എടുത്തു. 5 പൈസയുടെ ഡിഫറൻസ് പോലും നിങ്ങൾക്ക് മിസ്റ്റേക്കായിട്ട് എടുക്കും. ഞാൻ അതെങ്ങനെയാണ് കറക്റ്റ് ആക്കുന്നതെന്ന് പറയാം. ഒന്നിൽ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇത് കറക്റ്റ് ആക്കാം. ഇവിടെ വന്നിട്ട് ഒന്ന് സ്പേസ് ബാർ അടിച്ചിട്ട് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവും. ഓക്കെ. ദെൻ നിങ്ങൾ യഥാർത്ഥത്തിൽ ആക്ച്വലി റൗണ്ട് ഓഫ് അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അത് എന്താണെന്നും കൂടി ഞാൻ പറയാം. സോ ഞാനത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിവിടെ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ എററുകൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ കേസിൽ കൺട്രി സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അത് തിരുത്താം. ഏത് സ്റ്റേറ്റാണ്, കേരള കൊടുത്തു. GST നമ്പർ ചോദിച്ചിട്ടുണ്ട്. GST പേഴ്സൺ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് എന്ന് കൊടുക്കാമല്ലേ, കൺസ്യൂമർ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. സോ ആ ട്രാൻസാക്ഷൻ്റെ എററും ഇവിടുന്ന് തന്നെ പരിഹരിക്കാം. അത് ആ പർട്ടിക്കുലർ ലെഡ്ജറിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇത്രയും എളുപ്പമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എററുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ റിട്ടേൺ ഏകദേശം പെർഫെക്റ്റായി എന്ന് വേണമെങ്കിൽ പറയാം. താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് B2B എത്രയുണ്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇങ്ങനെ B2B, B2C ലാർജ് ഇൻവോയ്സ്, B2C സ്മോൾ ഇൻവോയ്സസ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, എക്സ്പോർട്ട്, ടാക്സ് ലയബിലിറ്റി ഓൺ അഡ്വാൻസ് റെസീപ്റ്റ്, ഇങ്ങനെയുള്ള നിൽ റേറ്റഡ് വരെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ചെക്ക് ചെയ്യാം. മറ്റൊരു കാര്യം, നിങ്ങൾ കുറച്ചുകൂടി ഡെപ്തായിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വ്യൂ സമ്മറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വ്യൂ സമ്മറി എന്തിനാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാക്സിൻ്റെ റേറ്റ് വൈസുള്ള സ്പ്ലിറ്റപ്പ് കാണുന്നില്ല. 5% എത്രയുണ്ട്, 12% എത്രയുണ്ട്, 18% എത്രയുണ്ട്, 28% എത്രയുണ്ട്, നിൽ റേറ്റഡ് എത്രയുണ്ട്, ഈ ഒരു സ്പ്ലിറ്റപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ വ്യൂ സമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി ഇവിടെ വന്നു, നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് എടുത്താൽ മതി. ഡീറ്റെയിൽഡ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സ്പ്ലിറ്റപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ പെർസെൻറ്റേജിനകത്ത് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസിൻ്റെ ലിസ്റ്റ് മുഴുവൻ കിട്ടും. റൈറ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് അതിനെ ലെഡ്ജർ വൈസ് ആയിട്ട് കാണാൻ പറ്റുന്നൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റോക്ക് ഐറ്റം വൈസ് കാണും, പാർട്ടി വൈസ് കാണും, വൗച്ചർ വൈസ് കാണും. സോ നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണോ വേണ്ടത് ആ മെത്തേഡിൽ അതിൻ്റെ ഒരു വ്യൂ ഇവിടെ ടാലി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സെയിം കാര്യം തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എക്സലിലേക്കോ മറ്റ് ഫോർമാറ്റുകളിലേക്കോ എക്സ്പോർട്ട് ചെയ്ത് ആവശ്യമെങ്കിൽ പരിശോധിക്കാനും സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. സോ ഒരു വ്യൂ സമ്മറി ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ തിരിച്ച് തന്നെ നമുക്ക് റിട്ടേൺ ഫോർമാറ്റിലേക്ക് പോകാം. റിട്ടേൺ ഫോർമാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ ഏകദേശം നമ്മൾക്ക് എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെ HSN വൈസ് സമ്മറിയും അവൈലബിൾ ആണ്. ഈ HSN വൈസ് സമ്മറി പലരുടെയും റിട്ടേണുകളിൽ ഉണ്ടാവാറില്ല. അതെങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നും കൂടി ഞാൻ പറയാം. ഞാനിവിടെ നിന്ന് HSN വൈസ് സമ്മറി ക്ലിക്ക് ചെയ്താൽ HSN വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണും. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് HSN കൊടുക്കാത്തതോ ഇൻകംപ്ലീറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ HSN കാണിച്ചിട്ടില്ല, HSN കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമുക്ക് HSN കൊടുക്കാത്ത ലെഡ്ജറുകളോ സ്റ്റോക്ക് ഐറ്റംസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എററായിട്ട് ഇവിടെ കാണിക്കാം. വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്ത് അതിന് HSNO അക്കൗണ്ടിങ് കോഡോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ദെൻ HSN സമ്മറിയുടെ പോലെ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് സമ്മറിയും ഇവിടെ തന്നിട്ടുണ്ട്. ഡോക്യുമെൻറ്റ് സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത്രയും ട്രാൻസാക്ഷൻ, ഈ B2B മുതൽ നിൽ റേറ്റഡ് വരെയുള്ള ഏകദേശം 15ഓളം ട്രാൻസാക്ഷൻസ് ഈ റിട്ടേണിലുണ്ട്. ഈ 15 ട്രാൻസാക്ഷൻസൊക്കെ
ഏതൊക്കെ ബില്ലുകളിലാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ തന്നെ ഒന്നിലധികം ബിൽ ബുക്കുകൾ കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നിലധികം ബിൽ ബുക്കുകൾ, ഒന്ന് ഞാൻ സെയിൽസിൻ്റെ വൗച്ചർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസസ് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ബില്ലുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഏത് മുതൽ ഏത് വരെ ബില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഡോക്യുമെൻ്റ് സമ്മറിയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ എത്ര ഡെബിറ്റ് നോട്ട് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, റെസിപ്റ്റ് വൗച്ചർ, ഇങ്ങനെ GST ഔട്ട്വേർഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റുകളിൽ, ഏതൊക്കെ ബിൽ ബുക്കുകളിൽ നിങ്ങൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തോ അതിൻ്റെ ഒരു സമ്മറിയാണ് ഇതിവിടെ കാണിക്കുന്നത്. അതെന്തായാലും GSTR1 അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ ആ ഒരു സമ്മറി നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് ഓർക്കേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം റിട്ടേൺ പെർഫെക്റ്റ് ആയിരിക്കും. ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. മേ ബി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പലപ്പോഴും കാണാറില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ F12 കോൺഫിഗറേഷൻ എന്ന് പ്രസ് ചെയ്യുക. F12 കോൺഫിഗറേഷൻ, അവിടെ നിങ്ങൾക്ക് ഷോ ടാക്സ് ടൈപ്പ് സെപ്പറേറ്റ് കോളംസ്, അങ്ങനെ സെപ്പറേറ്റ് കോളം S ആയതുകൊണ്ടാണ് അവിടെ CGSTയുടെയും SGSTയുടെയും എമൗണ്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു നിൽക്കുന്നത്. ഞാനത് പറയാതിരുന്നത് എല്ലാവർക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻവോയ്സ് നമ്പറുകൾ 16 ക്യാരക്ടേഴ്സേ വരാൻ പാടുള്ളൂ. ആ 16 ക്യാരക്ടേഴ്സിന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ GST റിട്ടേൺ ഫയൽ ചെയ്യാൻ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 16 ഡിജിറ്റാണ് മാക്സിമം വരാൻ പാടുള്ളൂ. ഇപ്പോൾ ടാലിയിൽ നിങ്ങളുടെ ഇൻവോയ്സ് നമ്പർ 16 ഡിജിറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾക്കത് എററായിട്ട് വരും. നിങ്ങൾക്കത് കൺസിഡർ ചെയ്യേണ്ട എങ്കിൽ നിങ്ങളത് എസ് കൊടുത്തു കഴിഞ്ഞാൽ 16ന് മുകളിൽ പോയാലും അത് റിട്ടേണിലേക്ക് കയറി വരും. ശരിക്കും അങ്ങനെ പാടില്ല. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് HSN വൈസ് സമ്മറി കാണിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഞാനിവിടെ എസ് കൊടുത്തത് കൊണ്ടാണ് താഴെ HSN വൈസ് സമ്മറിയും ഡോക്യുമെൻറ്റ് സമ്മറിയും കണ്ടത്. ദെൻ നിങ്ങൾക്ക് HSN സമ്മറി എങ്ങനെയാണ് കാണേണ്ടത് ചോദിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ മാത്രം കാണണമെങ്കിൽ അങ്ങനെ കാണാം, HSN കോഡ് മാത്രമായിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം. ഞാനിപ്പോൾ HSN കോഡ് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ HSN കോഡും ഡിസ്ക്രിപ്ഷനും കൂടി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഡിഫറൻസ്. ഞാനിപ്പം നേരത്തെ പറഞ്ഞില്ലേ ഒരു 70 പൈസയുടെ ഡിഫറൻസ് വന്നു എന്നുള്ളത്. ആ 70 പൈസയുടെ ഡിഫറൻസ് പോലും ടാലി ഒരു എററായിട്ട് ട്രീറ്റ് ചെയ്തു. നിങ്ങൾക്കിവിടെ ഡിഫറൻസ് അപ് ടു 1 എന്ന് കൊടുത്താൽ 1 രൂപ വരെയുള്ളത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യില്ല. നിങ്ങൾക്കിത് ഇവിടെ എസ് ആക്കിയിട്ട് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ കൊടുക്കുക, എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ 10 കൊടുക്കാൻ പാടില്ല. ഒരു 1 റുപ്പി വരെ മാക്സിമം നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. ഇതിവിടെ കൊടുത്ത് എസ് ആക്കി കഴിഞ്ഞാൽ അത് ടാലി ഒരു എററായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അത് ആ എമൗണ്ട് അക്സെപ്റ്റ് ചെയ്ത് റിട്ടേണിലേക്ക് ആ ട്രാൻസാക്ഷൻ കയറിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ലെസർ ദാൻ, നമ്മുടെ നോർമൽ റൗണ്ടിങ് മെത്തേഡ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ഓർ ലെസർ, ഇത് ഏതാണോ റൗണ്ടിങ് മെത്തേഡ് നിങ്ങൾക്കത് പ്രായോഗികമായിട്ടുള്ളത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതുമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 95% റിട്ടേൺ പെർഫെക്റ്റായിട്ട് ഫയൽ ചെയ്യാനുള്ളൊരു ലെവലിലേക്ക് വന്നു. ദെൻ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടാലിയിൽ നിന്ന് ഡയറക്റ്റ് GSTയുടെ പോർട്ടലിലേക്ക് നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അത് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ GST എക്സ്പോർട്ട് ചെയ്യാൻ പാകത്തിനായിട്ട് എക്സ്പോർട്ട് GSTR1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റിട്ടേൺ ഗവൺമെൻറ്റിൻ്റെ GST പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പാകത്തിന് ഒരു ഫയൽ ലഭ്യമാകും. ഓക്കെ, സോ ഇവിടെ 3 ഫോർമാറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. 1 CSV, 2 Excel, 3 JSON ഫയൽ. ഈ Excel ഫയലിൽ അപ്ലോഡ് ചെയ്യാൻ ഡയറക്റ്റ് Excel ഫയൽ ഒരിക്കലും GST പോർട്ടലിലേക്ക് കയറി പോകില്ല. അത് നിങ്ങൾ Excel ഫയലായിട്ട് ടാലിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ Excel ഫയൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫ്ലൈൻ യൂട്ടിലിറ്റിയിലിട്ട് അവിടുന്ന് എററുകൾ എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ പരിഹരിച്ച് അവിടുന്ന് ഒരു .json ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുകയും അവിടുന്ന് നിങ്ങൾ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. സോ ആ ഓഫ്ലൈൻ യൂട്ടിലിറ്റി ഈ എക്സലിൻ്റെ കേസിലുണ്ട്. JSON ഫയലോ CSV ഫോർമാറ്റോ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് ടാലിയിൽ നിന്നും GST പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് ആ ഫോർമാറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ JSON ഫയലും CSV ഫോർമാറ്റും തൽക്കാലം എടുത്ത് കാണിക്കുന്നില്ല. ഞാൻ ആദ്യം Excel എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് JSON കൂടി കാണിക്കാം. ഞാൻ Excel ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള അതേ ഫോർമാറ്റിൽ നിങ്ങൾക്കൊരു Excel ഷീറ്റ് ഫില്ലായിട്ട് കിട്ടും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ആ പക്ക ഫോർമാറ്റിലേക്ക് തന്നെ കിട്ടും. ഫോർമാറ്റ് കണ്ടവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. ഓക്കെ, B2B ട്രാൻസാക്ഷൻസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. B2C ലാർജ് ഇൻവോയ്സ്, സ്മോൾ ഇൻവോയ്സ്, അതേപോലെ നിൽ റേറ്റഡും HSN കോഡും ഡോക്യുമെൻറ്റ് സമ്മറി അടക്കം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വരും. സോ ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ നിങ്ങൾക്കൊന്നും കൂടി കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി പരിശോധിച്ച് നിങ്ങൾക്ക് ഓഫ്ലൈൻ യൂട്ടിലിറ്റിയിലിട്ട് JSON ഫയൽ ക്രിയേറ്റ് ചെയ്ത്
GST പോർട്ടലിലേക്ക് അത് അപ്ലോഡ് ചെയ്യാം. ദെൻ ഈ ഒരു കഷ്ടപ്പാടിന് പോകുന്നതിനേക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ടാലിയിൽ എക്സ്പോർട്ട് GSTR1 വന്ന് ഒരു JSON ഫയലാക്കി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ഔട്ട്പുട്ട് ഫയൽ ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കപ്പം ഇവിടെ എസ് കൊടുത്തുകൊണ്ടാണ് ഞാനത് എക്സ്പോർട്ട് ചെയ്യുന്ന ഉടനെ ആ ഫോൾഡർ ഓപ്പൺ ആയി വരുന്നത്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് സമ്മറിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എസ് കൊടുക്കണം. ഇത് നോ ആണെങ്കിൽ ഒരിക്കലും JSON ഫയലിലോ എക്സൽ ഷീറ്റിലോ ഡോക്യുമെൻറ്റ് സമ്മറി ഉണ്ടാകുകയില്ല. ഞാനിവിടെ എസ് കൊടുത്തു ഒരു JSON ഫയലായിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഏതാണ് GSTR1 ഒരു JSON ഫയൽ മാർച്ച് മാസത്തെ ഏപ്രിൽ മാസത്തെ കണ്ടോ. ഇങ്ങനെ JSON ഫയൽ അതിൻ്റെ ഡേറ്റ് അടക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ JSON ഫയൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോർട്ടലിലേക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഫേസ്ബുക്കിലും മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ലാഘവത്തോടെ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് GSTയുടെ പോർട്ടൽ ഓപ്പൺ ചെയ്യുക. www.gst.gov.in ഓപ്പൺ ചെയ്ത് ലോഗിൻ കൊടുത്ത് റിട്ടേൺ ഡാഷ്ബോർഡിൽ പോയി അവിടെ റിട്ടേൺ ഓഫ്ലൈനായിട്ട് ഫയൽ ചെയ്യുന്ന മോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫയൽ എവിടെയാണ് എന്ന് ചോദിക്കും. നിങ്ങൾ ഈ ഫയൽ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിട്ടേൺ ഏകദേശം 99% കംപ്ലീറ്റ് ആവും. GSTR1 എറർ ഫ്രീ ആയിട്ട് ഫയൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ടാലിയിൽ നിന്ന് ഇത് ഫയൽ ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയാണ് ടാലിയിൽ നിന്ന് GSTR1 ഫയൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. വളരെ എളുപ്പം തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാനത് അടുത്ത വീഡിയോയിൽ അതിന് മറുപടി നൽകുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ മറുപടി നൽകാവുന്നതാണ്. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.